16-ാം നൂറ്റാണ്ടിൻ്റെ ബസ് കിട്ടാത്തൊരു കഥയാണ് പറയുന്നത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സാധനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ എല്ലാം വാങ്ങിച്ച് ഗൂഗിൾ പേ ചെയ്യാം എന്നുള്ള രീതിയിൽ ഫോൺ എടുത്തപ്പോൾ തന്നെ പുള്ളിയുടെ അടുത്ത് ഗൂഗിൾ പേ എനിക്ക് ഇവിടെ ഇല്ല എന്നോ. ഐ ലൈക്ക് ഓക്കെ ബോസ് റിലാക്സ്, ഞാൻ പൈസ തരാം, വിഷു കൈനീട്ടൊക്കെ കിട്ടിയ കുറച്ച് പൈസ ഉള്ളതൊന്നും റിച്ചാണ് എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അല്ല, കയ്യിൽ അതുകൊണ്ട് പൈസ ഉണ്ടായിരുന്നു. എനിവേയ്സ്, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലം ഒത്തിരി ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നത് ഭയങ്കര ലിമിറ്റഡാണ്. ഗൂഗിൾ പേയും പേടിഎമ്മും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ടോ ഔട്ട്ഡേറ്റഡായി നിൽക്കുന്നത് കൊണ്ടോ അത് കാലത്തിനൊപ്പം സഞ്ചരിക്കാത്തത് കൊണ്ടോ എത്രത്തോളം സെയിൽസ് മിസ് ഔട്ട് ചെയ്യുന്നുണ്ടാവാം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ കൂടെ പോയി. തീർച്ചയായിട്ടും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നതുകൊണ്ട് മറ്റേ ടാക്സിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസ്, പിന്നെ എന്തൊക്കെയോ എത്ര സർവീസ് ചാർജും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി എത്രത്തോളം സേഫ് മിസ് ഔട്ട് ആവുന്നുണ്ടാവും ജസ്റ്റ് ബിക്കോസ് ഈസ് നോട്ട് അപ്ഡേറ്റഡ്. നിങ്ങളുടെ തോട്ട്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് പറയൂ. ജസ്റ്റ് റാൻഡം തോട്ട് ദാറ്റ് വെന്റ് ടു മൈ മൈൻഡ്. ബൈ ബൈ.